ഒരു പ്രോപ്പർട്ടി സെയിലിന് മുകളിൽ നിങ്ങൾ ലാഭം കണക്കാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഇൻകം ടാക്സ് നൽകുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ബ്രോക്കറേജ് നൽകിയിട്ടുണ്ടെങ്കിൽ അതും, പ്രോപ്പർട്ടി വാങ്ങിയ കോസ്റ്റ്, പ്രോപ്പർട്ടി വാങ്ങിയപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നൽകിയ സ്റ്റാമ്പ് ഡ്യൂട്ടി, നിങ്ങൾ നൽകിയ റൈറ്റിംഗ് ചാർജസ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങിയ സമയത്തും നിങ്ങൾ എന്തെങ്കിലും ബ്രോക്കറേജ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾക്ക് നമ്മുടെ പ്രോപ്പർട്ടി സെയിലിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബൗണ്ടറി വാള് അല്ലെങ്കിൽ ഒരു കിണർ പോലെയുള്ള എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളുടെ പ്രോപ്പർട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെയിൽ കൺസിഡറേഷനിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻഡിച്ചേഴ്സും നമ്മളുടെ പർച്ചേസ് കോസ്റ്റും ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുന്ന തുകയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിനിന് സാധാരണ ടാക്സ് ലാബിൽ 0 to 4 മുതൽ 0% മുതൽ 24 lakhs മുകളിലേക്ക് 30% വരെയുള്ള ടാക്സും, അതേപോലെ തന്നെ 12% ടാക്സും 20% ടാക്സും ബാധകമാണ്. പല കേസസിൽ പല റേറ്റ്സ് ആണ് നമുക്ക് ബാധകമാകുന്നത്. നമുക്ക് അടുത്ത റീലിലൂടെ ഇതിൻ്റെ ടാക്സബിലിറ്റിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം.